പത്തനാപുരം SFCKയുടെ ചിതൽവെട്ടി എസ്റ്റേറ്റിലെ വെട്ടി അയ്യം ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം തോട്ടം തൊഴിലാളികളിലും നാട്ടുകാരിലും ഭീതിയുയർത്തി. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ട ഭാഗത്ത് വീണ്ടും 2 പുലികളെ കണ്ടതായി തൊഴിലാളികൾ. ഏതാണ്ട് 2 വർഷത്തെ കാലമായിട്ട് തന്നെ നമ്മുടെ ഈ SFCKയുടെ ഈ കശുമാവൻ തോട്ടത്തിൽ പുലി ഇറങ്ങുകയും നിരന്തരമായി അത് ജനങ്ങൾ കാണുകയും ഇവിടുള്ള ജനങ്ങളുടെ അതുപോലെ തന്നെ ആടുകളും പശുക്കളെ എല്ലാം കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ദിനം പ്രതി വാർത്തകളുണ്ടാകുന്നു. കൃത്യമായിട്ട് ഫോറസ്റ്റിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നു. പക്ഷേ എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പുന്നലയുടെ വിവിധ പ്രദേശങ്ങളായ കടശ്ശേരി, ചെമ്പ്രാമണ്ണ്, ആനകുളം പോലുള്ള പ്രദേശങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത്. കാട്ടാനയുടെയും പുലിയുടെയും പന്നിയുടെയും കുരങ്ങിൻ്റെയും മയിലിൻ്റെ എല്ലാം ശല്യം കാരണം കൃഷികൾ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ പറയുമ്പോൾ വന്നു പോകുന്ന 2 ദിവസങ്ങളല്ലാതെ അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണ്. ആദ്യം ഒരു പുലി വന്നു, ഇന്ന് പുലി കൂട്ടമായി എത്തിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തരാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിന് കൂട് വെച്ച് സ്ഥാപിച്ച് ഈ പുലിയെ ഇവിടുന്ന് നീക്കം ചെയ്യുവാനുള്ള ശാശ്വതമായ പരിഹാരം കണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കടശ്ശേരി മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് കടശ്ശേരി മുതൽ കൊല്ലം നീണ്ടകര വരെയാണ്. ആ പ്രദേശങ്ങളിൽ പിടിക്കുന്ന പാമ്പിനെയും മയിലിനെയും കുരങ്ങിനെയും എല്ലാം രാത്രി കാലങ്ങളിൽ ഈ പുന്നലയുടെ സമീപ പ്രദേശമുള്ള വനങ്ങളിൽ കൊണ്ടുചെന്ന് വിടുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കൃഷിയിടങ്ങളിൽ കുരങ്ങിൻ്റെയും മയിലിൻ്റെയൊക്കെ വ്യാപകമായ ശല്യങ്ങളാണ്. അതിനേക്കാൾ ഉപരി എവിടെ പിടിക്കുന്ന പാമ്പുകളെയും കൊണ്ട് വിടുന്നതും കടശ്ശേരിയും അനുബന്ധ പ്രദേശങ്ങളിലുമാണ്. അപ്പോൾ ഈ ഒരു നടപടി അവസാനിപ്പിക്കണം. കാരണം ഇവിടെ ഉള്ളവരെല്ലാം മനുഷ്യരാണ്. ഇവിടെയുള്ളവരും മനുഷ്യജീവികളാണെന്നുള്ള ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെയാണ് ഇത്തരമുള്ള വന്യജീവികളെയും അതുപോലെ തന്നെ ഈ പാമ്പും മയിലിനെ എല്ലാം ഇവിടെ കൊണ്ട് ഈ കടശ്ശേരി പോലുള്ള മേഖലകളിൽ, ചെമ്പ്രാമണ്ണും കടശ്ശേരിയുമുള്ള മേഖലകളിൽ കൊണ്ടുപോയി രാത്രി കാലങ്ങളിൽ ഇടുന്നത്. അപ്പോൾ ആ ഒരു സമീപനം, ഫോറസ്റ്റുകാരുടെ ആ ഒരു സമീപനം അവസാനിപ്പിക്കണം. ഒരുപാട് പ്രതിഷേധങ്ങൾ, ഒരുപാട് സമരപരിപാടികളെല്ലാം പല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ മുമ്പിലും ഫോറസ്റ്റിൻ്റെ ഉന്നത അധികാരിയുടെ മുമ്പിലെല്ലാം പറഞ്ഞിട്ടും ഇതിന് യാതൊരുമായ ശാശ്വതമായ പരിഹാരവും കാണുന്നില്ല. ഇന്ന് പുലി നമ്മുടെ ഈ വെട്ടിയം ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 സൈഡുകളിലും വളരെയധികം ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം ജീവിക്കുന്നവർ, കൊച്ചു കുട്ടികളടക്കമുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പുലി തന്നെ ഏതാണ്ട് 2 വർഷക്കാലമായി ഈ കശുമാവൻ തോട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഇന്ന് ഒന്നിലധികം പുലികളായി മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇതിനകത്ത് ആശങ്കയുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ കൂട് സ്ഥാപിച്ച് ഈ പുലിയെ നീക്കണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. പുലികളുള്ള വീഡിയോ എടുത്ത് നാട്ടുകാർ പ്രചരിപ്പിച്ചതോടെ ഫോറസ്റ്റ് ജീവനക്കാരും SFCK അധികൃതരും പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. രാത്രിയും പകലുമായി പുലിയെ കണ്ട തൊഴിലാളി ലയത്തിന് സമീപം കാവലിന് സജ്ജമാക്കി. വനപാലക സംഘം പ്രദേശത്ത് അന്വേഷണം നടത്തി വരികയാണ്. നാട്ടുകാർ വീണ്ടും പുലിയെ കണ്ടത്. തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വനപാലക സംഘം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.